ഗുഡ് മോർണിംഗ് റിപ്പോർട്ടറിലേക്ക് വീണ്ടും. കോഴിക്കോട് കൊടുവള്ളിയിൽ വീണ്ടും മയക്കുമരുന്ന് വേട്ട. 36 ഗ്രാം MDMA-യുമായി 3 പേർ പിടിയിലായിട്ടുണ്ട്. കൊടുവള്ളി സ്വദേശികളായ ജിസാർ, ജയ്സൽ, താമരശ്ശേരി സ്വദേശി ശ്രീനു എന്നിവരാണ് അറസ്റ്റിലായത്. MDMA കടത്താൻ ഉപയോഗിച്ച കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട്. അഭിജിത്ത്, സംസ്ഥാനത്തുടനീളം വ്യാപക പരിശോധനയാണ് നടക്കുന്നത്. അതിനനുസരിച്ച് പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? എത്ര MDMA ആണ് പിടിച്ചെടുത്തിരിക്കുന്നത്? എത്ര പേര് അറസ്റ്റിലായിട്ടുണ്ട്? കേസെടുത്തോ? റോഷ്നി, 36 ഗ്രാം MDMA ആണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുള്ളത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി തന്നെയായിരുന്നു പരിശോധന. ഒരു രഹസ്യ വിവരം റൂറൽ SP ആയ മെറിൻ ജോസഫിന് ലഭിക്കുകയും അങ്ങനെ താമരശ്ശേരി DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘവും ഡാൻസർ സംഘവും കൊടുവള്ളി പോലീസും സംയുക്തമായാണ് ഈ പരിശോധന നടത്തുന്നത്. ഒരു കാറിന് ഈ പോലീസ് സംഘം കൈകാണിച്ചെങ്കിലും കാർ നിർത്താതെ പോയി. പിന്നാലെ പിന്തുടർന്ന് ഈ കാർ പോലീസ് സംഘം പിടികൂടുകയായിരുന്നു. അതിനകത്ത് പരിശോധന നടത്തിയപ്പോഴാണ് ഈ MDMA 36 ഗ്രാം അളവിൽ MDMA കണ്ടെത്താനായി കഴിഞ്ഞത്. 3 പേരുടെ അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മാനിപുരം സ്വദേശിയായ ജിസാർ, മാനിപുരം സ്വദേശി തന്നെയായ മുഹമ്മദ് ജയ്സൽ, താമരശ്ശേരി കോരങ്ങാട് സ്വദേശിയായ KA ശ്രീനു, ഇവരെയാണ് ഇപ്പോൾ MDMA കടത്താൻ ഉപയോഗിച്ച കാർ സഹിതം പിടികൂടിയിട്ടുള്ളത്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും ഇവർ MDMA കേരളത്തിലേക്ക് എത്തിക്കുന്നു. ശേഷം ചെറിയ പാക്കറ്റുകളിലാക്കി കാറിൽ സഞ്ചരിച്ച് ചില്ലറ വിൽപ്പന നടത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് നൽകിയിട്ടുള്ള വിവരം. ഏതായാലും ഈ പരിസര പ്രദേശങ്ങളിൽ നേരത്തെയും MDMA പോലെയുള്ള ലഹരി വസ്തുക്കൾ പിടികൂടിയിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് പോലീസ് പരിശോധന നടത്തുന്നതും. ഇതാ ഇപ്പോൾ ഒരു 36 ഗ്രാം MDMA-യുമായി 3 പേരെ പിടികൂടാനായി കഴിഞ്ഞത്. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്.